വെറും 30 രൂപയ്ക്കാണ് ഈ ചേട്ടൻ ഇവിടെ മീൻ ഫ്രൈ കൊടുക്കുന്നത്. മീനിനൊക്കെ നല്ല പൊള്ളുന്ന വിലയാണ്. എന്നാൽ കൂടിയും ഈ ചേട്ടൻ ഈ 30 രൂപയ്ക്ക് എങ്ങനെയാണ് ഈ മീൻ ഫ്രൈ കൊടുക്കുന്നതെന്നറിയില്ല. ഊണ് സ്ഥിരം കഴിക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ നിന്നും ഊണ് കഴിച്ചാൽ സദ്യ കഴിക്കുന്നത് പോലെയാണ്, അതും വെറും 60 രൂപയ്ക്ക്. എന്തുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് എന്നറിയാമോ? ഈ ഊണെല്ലാം വെച്ച് വിളമ്പുന്നത് കല്യാണത്തിന് സദ്യ ഉണ്ടാക്കുന്ന ഒരു പാചകക്കാരനാണ്. സദ്യയ്ക്ക് ഫേമസ് ആണ് പത്മകുമാർ ചേട്ടൻ. ദ്വാരക കാറ്ററിംഗ് സർവീസ് എന്ന സംരംഭത്തിലൂടെ ഇപ്പോൾ വിവാഹ ആവശ്യത്തിനും മറ്റുള്ള ഫംഗ്ഷനുമൊക്കെ മിതമായ നിരക്കിൽ ഈ ചേട്ടൻ വിവാഹ സദ്യ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുകയാണ്. കാട്ടാക്കട നീറമൺകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് പത്മകുമാർ ചേട്ടൻ ഈ കട തുടങ്ങിയിട്ടുള്ളത്. കടയെന്ന് പറയാൻ പറ്റില്ല, ഒരു വീടാണ്. ഊണിൻ്റെ സൈഡ് കൂട്ടാനൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അച്ചാറൊക്കെ സ്വന്തമായി തയ്യാറാക്കിയതാണ്. അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇവിടുത്തെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഊണ് മാത്രമല്ല, ഊണിൻ്റെ കൂടെ കിട്ടുന്ന മീൻ ഫ്രൈ, അതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വെറും 30 രൂപയ്ക്കാണ് ഈ ചേട്ടൻ ഇവിടെ മീൻ ഫ്രൈ കൊടുക്കുന്നത്. മീനിനൊക്കെ നല്ല പൊള്ളുന്ന വിലയാണ്. എന്നാൽ കൂടിയും ഈ ചേട്ടൻ ഈ 30 രൂപയ്ക്ക് എങ്ങനെയാണ് ഈ മീൻ ഫ്രൈ കൊടുക്കുന്നതെന്നറിയില്ല. അത് എങ്ങനെ അവർക്ക് മുതലാകുമെന്നും അറിയില്ല. സ്ഥിരം കഴിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇവിടുത്തെ ഊണ് വളരെ പ്രിയമാണ്. കാരണം അത്രയ്ക്ക് സ്വാദാണ് ഇവിടുത്തെ ഊണിനും ആ പൊള്ളിച്ച മീനിനുമെല്ലാം. മുൻപ് എല്ലാ കല്യാണ വീടുകളിലും ചെന്ന് സദ്യ വിളമ്പിയ പത്മകുമാർ ചേട്ടന് ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് വീട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് കേട്ടോ. ഉച്ചയ്ക്ക് സ്ഥിരം ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഊണ് നിർബന്ധമായിരിക്കും. 4 കൂട്ടാൻ കറിയും സൈഡ് കൂട്ടാനും 30 രൂപയ്ക്ക് പൊള്ളിച്ച മീനും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെയാണ് ഇവിടുത്തെ ആഹാരം. 12 മണിയാകുമ്പോഴേക്കും ഈ വീടിൻ്റെ മുന്നിൽ ഒരു തിരക്കായിരിക്കും. 12 മണിയോടെ ഊണെല്ലാം റെഡിയാകും. സഹായിക്കാനായി പത്മകുമാർ ചേട്ടൻ്റെ ഭാര്യയും കൂടെയുണ്ട്. ഇപ്പോൾ പത്മകുമാർ ചേട്ടന് കാലിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാം അവർ വീട്ടിലോട്ട് ഇപ്പോൾ മാറ്റിയതാണ്. മുന്നേ പേര് കേട്ട ഒരു കാറ്ററിംഗ് സർവീസാണ് ദ്വാരക കാറ്ററിംഗ് സർവീസ്. പെട്ടെന്നാരും നോക്കിയാൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു കടയാണ്. ഉള്ളിലോട്ടാണ് ഈ കട ഇരിക്കുന്നത്. മാറനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടൽ ദ്വാരക എന്നാണ് കേട്ടോ കടയുടെ പേര്. ആ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നോക്കിയാൽ മാത്രമേ ഈ ഹോട്ടലിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതുവഴി പോവുകയാണെങ്കിൽ ഈ കടയിൽ ഒരു തവണ വന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഫുഡിന് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഫോൺ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്.